പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മാറഡോണയുടെ ഹൃദയത്തിന് അസാധാരണമായ വലിപ്പമുണ്ടായിരുന്നതായി സാക്ഷ്യപ്പെടുത്തി ഫോറൻസിക് വിദഗ്ധൻ. മരണത്തിൽ ഡോക്ടർമാരടക്കമുള്ള 7 മെഡിക്കൽ സംഘത്തിന് വീഴ്ചയുണ്ടായെന്ന കേസിലെ വിചാരണയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധൻ കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. സിറോസിസ് ബാധിച്ചിരുന്നുവെന്നും എന്നാൽ മരണസമയത്ത് ശരീരത്തിൽ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ അംശം കണ്ടെത്തിയിട്ടില്ലെന്നും ഫോറൻസിക് വിദഗ്ധൻ അറിയിച്ചു. മറഡോണയുടെ ഹൃദയത്തിന് അസാധാരണമാം വിധം വലിപ്പം കൂടിയിരുന്നു. ഏകദേശം 503 ഗ്രാം ഭാരമായിരുന്നു പോസ്റ്റ്മോർട്ടം സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുണ്ടായിരുന്നത്. ഒരു ശരാശരി ഹൃദയത്തിന്റെ ഭാരം 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെയാണ്. ഹൃദയം പരിശോധിച്ചതിൽ നിന്ന് രക്തപ്രവാഹത്തിന്റെയും ഓക്സിജന്റെയും അഭാവം മൂലം ദീർഘകാലമായി അദ്ദേഹത്തിന് ഇസ്കെമിയ ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു. തലയോട്ടിക്കും തലച്ചോറിനുമിടയിൽ രൂപപ്പെട്ട ഹെമറ്റോമയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബ്യൂണസ് ഐറിസിലെ വസതിയിൽ ചികിത്സയിലിരിക്കെ 2020 നവംബർ 25-നായിരുന്നു മറഡോണയുടെ മരണം.